വി ഡി സതീശൻ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വലിയ വെല്ലുവിളിയായിരുന്നു. ഞാൻ വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തുവിടാൻ പോകുന്നു എന്നാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ചില വാർത്തകൾ വരുന്നുണ്ട്. BJP-യുടെ വൈസ് പ്രസിഡന്റായ കൃഷ്ണകുമാറിനെതിരെ ഒരു പീഡന പരാതിയാണ്. അപ്പോൾ ഇതാണോ വലിയതായി കരുതി വെച്ചിരുന്ന ആ ബോംബ്? അത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം ഇനിയും പലതും പുറത്തു വരാനുണ്ട്. CPM-നെതിരെയും പൊട്ടിക്കും എന്നാണ് സതീശൻ ഇന്നലെ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ BJP-ക്കെതിരെ ഈ സമാനമായ ഒരു സൂചന, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്നൊരു സൂചന സതീശന്റെ വാക്കുകളിലുണ്ടായിരുന്നു. കാരണം സതീശന്റെ വീട്ടിലേക്കാണ് ഔദ്യോഗിക വസതിയായ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് യുവമോർച്ചയുടെ പ്രവർത്തകർ കാളയം കൊണ്ട് രാഹുലിന്റെ മാങ്കൂട്ടത്തിന്റെ മുഖംമൂടി ധരിപ്പിച്ച ഒരു കാളയം കൊണ്ട് ഒരു മാർച്ച് നടത്തിയിരുന്നു, ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. അപ്പോൾ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് സതീശൻ പറഞ്ഞത്, ആ കാളയെ കളയരുത്, അത് എവിടുന്നാണോ കൊണ്ടുവന്നത് അവിടേക്ക് തിരിച്ചു കൊണ്ടുവിടരുത്, അത് തൽക്കാലം BJP ഓഫീസിൽ കെട്ടിക്കോ, മുറ്റത്ത് അതിൻ്റെ മുമ്പിൽ തന്നെ കെട്ടിക്കോ, അതുകൊണ്ടുള്ള ജോലി ഉടനെ വരികയാണ്, അതിൻ്റെ പ്രയോജനം ഉണ്ടാവും. രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്കും ഇതുപോലെ കാളയം കൊണ്ട് നിങ്ങൾക്ക് മാർച്ച് നടത്തേണ്ടി വരും എന്നാണ് സതീശൻ മുന്നറിയിപ്പ്. അല്ല, ഈ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർ കുറച്ച് ദിവസങ്ങളായി പറയുന്നത് ഈ കൃഷ്ണകുമാറിനെ നോട്ടമിട്ടാണ്. ഈ കോർ കമ്മിറ്റി അംഗം ആലക്കാട് നിന്നുള്ള നേതാവ്. അതെ, 2 ദിവസം മുമ്പ് സന്ദീപ് വാര്യർ ഇത് സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഇട്ടിരുന്നു. പക്ഷെ ഈ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് സന്ദീപ് വാര്യറുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ചാറ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതെ, അത് ഇതോടൊപ്പം തന്നെ കുറച്ചു നാളുകളായി സന്ദീപ് വാര്യറുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ കഥയും അങ്ങനെ ഇത് കൊണ്ടും കൊടുത്തും ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്തുനിന്ന് ഒരാൾ 1 പുറത്തു വിടുമ്പോൾ മറുവശത്തുനിന്ന് 2 പുറത്തു വിടുന്നു, ഇപ്പൊ ഇവിടുന്ന് 4 പുറത്തു വിടുന്നു, ഇങ്ങനെ പോവുകയാണ്. എന്തായാലും ഈ നേതാക്കളാണ് കേരളത്തെ കുറിച്ച് അഭിമാനത്തോടെ. അവിടുത്തെ ഉത്തർപ്രദേശിലെ നേതാക്കൾക്ക് എന്തറിയാം, അവർ മഹാരാഷ്ട്രയിലും പിന്നെ ബീഹാറിലും ഒക്കെ എന്ത് വിവരമാണുള്ളത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ ബീഹാറിലൊക്കെ വലിയ അഴിമതി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവിന്റെ കാലിത്തീറ്റ കുംഭകോണമൊക്കെ നമ്മളെ ഞെട്ടിച്ച അഴിമതി കഥകളാണ്. പക്ഷെ അവരാരും, ലാലുവൊക്കെ ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള ലൈംഗിക പീഡന പരാതികളിലോ അപവാദ കേസുകളിലോ ഒന്നും പെട്ടതായിട്ട് ഇതുവരെ അറിവില്ല. ഇപ്പോഴാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ പ്രായവും ചെന്നു. മാത്രമല്ല പലപ്പോഴും ജയിലിലാണ്, ഇപ്പൊ ജാമ്യത്തിൽ പുറത്ത് നിൽക്കുകയാണെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ കേരളത്തിലെ ഈ ഒരു സാഹചര്യം എടുത്താൽ സന്ദീപ് വാര്യർ പറഞ്ഞത് ആളിന്റെ പേരൊന്നും പറഞ്ഞില്ല. പാൽ സൊസൈറ്റി മുതൽ പ്രസിഡന്റ് സ്ഥാനത്ത് വരെ മത്സരിക്കുന്ന ഒരാൾ എന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് സ്ഥിരമായിട്ട് ഒരാളിനെ ലക്ഷ്യമിട്ട് സന്ദീപ് പറയുന്നതാണ്. അതെല്ലാവർക്കും അറിയാം, കൃഷ്ണകുമാറാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ സന്ദീപ് പേര് പറയാറില്ല, എങ്കിലും നമുക്ക് മനസ്സിലാക്കാമല്ലോ. അങ്ങനെ ആ ആളിന്റെ അടുത്ത ബന്ധു പരാതിപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ആർക്കെതിരെ പരാതിപ്പെട്ടു എന്ന് പോലും പറഞ്ഞില്ല. ഈ പാൽ സൊസൈറ്റി പ്രസിഡന്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ അത് മുതൽ മത്സരിക്കുന്ന ഒരു വലിയ നേതാവിന്റെ ഏറ്റവും അടുത്ത ബന്ധു, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി എന്നൊക്കെയാണ് പറഞ്ഞത് സന്ദീപ്. പരാതി കൊടുത്തിട്ട് ആ പരാതി ആരും അന്വേഷിച്ചില്ല. അപ്പോൾ ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് പരാതി എന്ന് പോലും പറഞ്ഞു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ അടക്കമുള്ള എല്ലാ നേതാക്കൾക്കും ഈ പരാതി ചെന്നിട്ടുണ്ട്, മുമ്പ് പരാതി ചെന്നിട്ടുണ്ട്. പക്ഷെ ആ പരാതിന്മേൽ അവരാരും നടപടി എടുത്തില്ല. അതിപ്പോ ആ പരാതി ജെനുവിനാണെങ്കിൽ ഇവരും ഒക്കെ കുരുങ്ങും. കാരണം എന്തുകൊണ്ട് ഈ പരാതിയിൽ നടപടി എടുത്തില്ല എന്നുള്ള ചോദ്യം വരും. അത് ഈ പറയുന്ന അവരുടെ ഈ വ്യക്തിത്വത്തിനേറ്റ ഒരു കളങ്കം മാത്രമായിരിക്കില്ല, നിയമ നടപടി വരെ അവർ അവർക്കെതിരെ ഉണ്ടാകും എന്നാണ് അതിന്റെ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ സന്ദീപ് പറഞ്ഞതുപോലെ സംഗതി കോൺഗ്രസ് പൊട്ടിച്ചു. സതീശൻ ഈ മുന്നറിയിപ്പൊക്കെ നൽകിയെങ്കിലും ഇത് കൃത്യമായിട്ട് സന്ദീപ് വാര്യറും സതീശനും ഒക്കെ കൂടെ ചേർന്നുള്ള ഒരു കളി തന്നെയാണ്. കാരണം സന്ദീപ് ആദ്യമേ ഫേസ്ബുക്കിലൂടെ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ അത് കുറെ കൂടെ വ്യക്തമായി. സതീശൻ ആളിന്റെ പേരൊക്കെ പറഞ്ഞ് സാധനം പറഞ്ഞില്ല. സതീശനും ഈ സന്ദീപ് പറഞ്ഞതുപോലെ നിങ്ങൾ മാർച്ച് നടത്തേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴിതാ പരാതി ഉയർന്നിരിക്കുന്നു, വ്യക്തമായിട്ട് ആ പരാതി പുറത്തു വന്നിരിക്കുകയാണ്. അഭിഭാഷകയാണ് പരാതി കൊടുത്തിരിക്കുന്നത്, വനിതാ അഭിഭാഷക. അപ്പോൾ ഇത് ആരാണ് ഇര എന്ന് നമുക്കറിയില്ല, ഇരയെ തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ കൃഷ്ണകുമാറിനെതിരെയാണ് പരാതി, പീഡന പരാതി തന്നെയാണ്, വളരെ വ്യക്തമാണ്.
അത് ഈ പറഞ്ഞതുപോലെ RSSന്റെ നേതാക്കൾക്ക് വരെ പരാതി കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗൗരവമുണ്ട്. ആ സ്ത്രീ പരാതിയിൽ പറയുന്നത് അങ്ങനെയാണ്, RSSന്റെ മുതിർന്ന നേതാക്കൾക്ക് വരെ ഞാൻ പരാതി കൊടുത്തു, പക്ഷെ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഇത് ഇന്നും ഇന്നലെ ഒന്നും നടന്ന സംഭവമല്ല, ഇതിന് പഴക്കമുണ്ട് എന്നൊക്കെയാണ് അതിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, BJP ഇക്കാര്യത്തിൽ ഇനി എന്താണ് നടപടി സ്വീകരിക്കുന്നത്? ഈ പറയുന്നത് പോലെ ഇത്തരത്തിലൊരു വിഷയം ഉയരുമ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച പോലെയോ അല്ലെങ്കിൽ തീവ്രത അളക്കാൻ നടന്ന CPM-നെ പോലെയോ BJP-യും ഈ പരാതി പൂഴ്ത്താനും വേട്ടക്കാരനൊപ്പം നിൽക്കാനുമാണോ ശ്രമിക്കുന്നത്? അതോ ഈ ഇരയുടെ വാക്കുകൾ മുഖവിലക്കെടുത്തുകൊണ്ട്, പരാതി മുഖവിലക്കെടുത്തുകൊണ്ട് എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ? അപ്പൊ എന്തായാലും ഈ പാർട്ടിയിലെ കൃഷ്ണകുമാറിന് പ്രത്യേകിച്ച് ഈ പാർട്ടി ചുമതലയല്ലാതെ, അദ്ദേഹം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ കൂടിയാണ്. എനിക്ക് തോന്നുന്നു വൈസ് ചെയർമാൻ ആണെന്ന് തോന്നുന്നു മുനിസിപ്പാലിറ്റി. അല്ല, അപ്പോ നേരത്തെ ആയിരുന്നു. അപ്പോ ആ സ്ഥാനത്ത് നിന്നല്ല അദ്ദേഹത്തിന് ചിലപ്പോൾ രാജിവെക്കേണ്ടി വരും. വലിയ തിരിച്ചടിയായിരിക്കും അല്ലെങ്കിൽ ഉണ്ടാകുക. അപ്പൊ BJP ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വലിയ ഇത് ജനങ്ങൾ ആകാംക്ഷയോടെ കാണുകയാണ്. പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ തലപ്പത്തേക്ക് വന്നതിന് ശേഷം ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? BJP ഉറച്ച നിലപാട് സ്വീകരിച്ച് കൃഷ്ണകുമാറിനെ മാറ്റി നിർത്തി അന്വേഷണവുമായി സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് BJPക്ക് രാഷ്ട്രീയമായിട്ട് വലിയ ഗുണം ചെയ്യും. മറിച്ച് ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ്, ഈ ആരോപണങ്ങളെല്ലാം വ്യാജമാണ് എന്ന് പറഞ്ഞ്, ഒരുപക്ഷെ വ്യാജമായിരിക്കാം, അല്ലായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് വ്യാജമാണ്, അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് കൃഷ്ണകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിരിക്കും. സംശയമില്ല, ജനങ്ങൾ മൊത്തത്തിൽ സകലമാന രാഷ്ട്രീയക്കാരെയും ഈ പറയുന്ന ഒരു ഗണത്തിൽ പെടുത്തും. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു പാർട്ടി BJP ആണെന്നാണ് ഇതുവരെയുള്ള നമ്മുടെ അനുഭവം. BJPയിൽ ഇത്തരം ആക്ഷേപങ്ങളും ഈ ലൈംഗിക ആരോപണങ്ങളും ഒന്നും അങ്ങനെ കാര്യമായി ഉയർന്നിട്ടില്ല. മറ്റ് രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ, രണ്ട് മുന്നണികളെ നയിക്കുന്നവർ, ഒന്ന് കോൺഗ്രസും ഒന്ന് CPM-ഉമാണ്. ഈ രണ്ട് പാർട്ടികളിലെ നേതാക്കളെ കുറിച്ചും വളരെ വ്യാപകമായ രീതിയിൽ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നതാണ്. അതിൽ പലതിലും കഴമ്പുണ്ട് എന്ന് ജനങ്ങൾക്കറിയാം. പലരെയും ഈ രണ്ട് പാർട്ടികളും മാറ്റി നിർത്തിയിട്ടുണ്ട്, പാർട്ടിയിൽ നിന്ന് തന്നെ തരം താഴ്ത്തിയിട്ടുണ്ട്, അങ്ങനെ ചുമതലകളിൽ തരം താഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ പല നടപടികളും ഇവർക്കെതിരെ സ്വീകരിച്ചതാണ്. അതുകൊണ്ട് ജനത്തിനെ സംബന്ധിച്ച് അത് വളരെ വ്യക്തമാണ്. ഇപ്പൊ BJP-യും ആ വഴിക്ക് പോവുകയാണോ എന്നൊരു ചോദ്യം ഉയരും. നടപടി സ്വീകരിച്ചാൽ അത് BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ അവരുടെ ഗ്രാഫ് വളരെ പെട്ടെന്ന് ഉയരും. ഈ നേതാവിനെ മാറ്റി നിർത്തുക, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് രാജിവെപ്പിച്ച് പുറത്തു നിർത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് BJP-ക്ക് വലിയ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഈ സതീശൻ പുറത്തുവിടുന്ന ആക്ഷേപവും ആരോപണവും സന്ദീപ് വാര്യരുടെ സഹായവും ഒക്കെ വെറും രാഷ്ട്രീയമാണ്. അതിനെ രാഷ്ട്രീയമായിട്ട് മാത്രം കണ്ടാൽ മതി. ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ അത് മുന്നോട്ട് പോകും. അല്ല, അദ്ദേഹം ഇപ്പോൾ ഏറ്റവും എല്ലാവരും വിമർശിക്കുന്നത് ഇദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണോ എന്നാണ്. പണ്ട് നിലപാടിന്റെ ഹരിത സേന അങ്ങനെ എന്തോ ഒരു ഹരിത MLA ആയിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹം കറക്റ്റ് പച്ച MLA ആയത്, അല്ലേ? ശരിക്കും ഇവിടെ ഇതിനകത്ത് മൊത്തത്തിൽ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പച്ചയാണോ നീലയാണോ ഈ കലർന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. നോക്കൂ, ഇവരാരും തന്നെ ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ നേരിടാൻ യോഗ്യരാണോ? ഇവരെല്ലാം ഇതിന് അതീതരാണോ? ഈ പറഞ്ഞതുപോലെ സീസറിന്റെ കൈകൾ ശുദ്ധമാകണം, ഭരണാധികാരിയാണ്, അപ്പൊ ശുദ്ധമാകണം എന്ന് നമ്മൾ പറയുമ്പോൾ ഇവരെല്ലാവരും അത്തരത്തിൽ ശുദ്ധരാണോ? ജനങ്ങൾക്ക് ഇതൊന്നും തന്നെ ഇവരാരെയും വിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവരെല്ലാവരും ഈ പുറത്തു വരുന്ന വിവരങ്ങൾ ഏറിയ ഊറും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മതിയല്ലോ. ശരിയാണ്, ഈ ഒരാളിന് നേരെ അതിഭയങ്കരമായ ആരോപണങ്ങൾ ഉയരുന്നു, ഒന്നിനു പുറകെ ഒന്നായിട്ട്. അതിന് പുറകിലൊരു ആസൂത്രിത ശ്രമമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ ആ ആസൂത്രിത ശ്രമങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതിൽ സത്യമുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അതൊരു ചെറിയ കാര്യമല്ല. ഇവർ ആരും, ഈ ആരോപണ വിധേയർ ഒരക്ഷരം മറുപടി പറയാൻ സാധിക്കാത്ത വണ്ണം മൗനം പാലിച്ച് വീട്ടിന്റെ അകത്തളങ്ങളിൽ ഒളിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് എല്ലാ പാർട്ടികളെയും ഒരുപോലെ വേട്ടയാടുന്നുണ്ട്. അത് കോൺഗ്രസ് മാത്രമല്ല, CPM മാത്രമല്ല, ഇപ്പോൾ BJPക്കെതിരെയും അത്തരത്തിൽ ആക്ഷേപം ഉയർന്നിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ എന്ത് നടപടി എടുക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്.